റീഡിംഗ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ജോഗ്രഫിയുടെ 7ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേര് ത്രൂ ദ സാൻഡി എക്സ്പാൻസിൻ്റെ 2ാമത്തെ ക്ലാസ്സാണിത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെസേർട്ടുകൾ എന്താണെന്നും ഥാർ ഡെസേർട്ട് എന്താണെന്നും അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൻഡ് ഫോംസിനെ പറ്റിയാണ്. അതായത് നമ്മൾ ഡെസേർട്ടിൽ കാണുന്ന പലതരം ലാൻഡ് ഫോംസ്. അപ്പോൾ നോക്കിയേ, നമ്മുടെ ഡെസേർട്ട് എന്ന് പറയുന്ന ഭാഗം തന്നെ നമുക്ക് പറയുമ്പോൾ ഇതുപോലത്തെ ഈ മണൽ കുന്നുകളാണ് ഓർമ്മ വരുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ മരങ്ങളൊക്കെ കുറവായിരിക്കും. അപ്പോൾ നല്ല രീതിയിലുള്ള കാറ്റ് ഇവിടെ ഉണ്ടായിരിക്കും, അത് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഈ കാറ്റടിക്കുന്ന സമയത്ത് നിങ്ങളെ സ്കൂളിലെ ഗ്രൗണ്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാറ്റടിക്കുമ്പോൾ കാറ്റിനോടൊപ്പം തന്നെ എന്ത് ചെയ്യാറുണ്ട്, മണൽത്തരികളും കാറ്റിനോടൊപ്പം എന്ത് ചെയ്യും, അടിച്ച് പറന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അങ്ങനെ ഈ മണൽത്തരികളുണ്ടല്ലോ, ഇതെന്ത് ചെയ്യും, കാറ്റിനോടൊപ്പം ചേർന്ന് ഇങ്ങനെ പറന്ന് പോകുന്നൊരു പരിപാടിയുണ്ട്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡീഫ്ലേഷൻ എന്നാണ്. എന്താണ്? ഡീഫ്ലേഷൻ. ഓക്കെ, ഇതാണ് ഡീഫ്ലേഷൻ. അപ്പോൾ എന്താ ഡീഫ്ലേഷൻ എന്ന് വെച്ചാൽ, സ്ട്രോങ് വിൻഡിനോടൊപ്പം തന്നെ എന്ത് ചെയ്യുന്നു, മണൽത്തരികൾ പറന്ന് പോകുന്നു. കാരണം ഡ്രൈ ആയിട്ട് കിടക്കുന്ന മണലാണല്ലോ. അപ്പോൾ എന്ത് ചെയ്യും, കാറ്റിനോടൊപ്പം ഇങ്ങനെ പറന്ന് പോകും. അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് പോകും. ഇതിനെയാണ് നമ്മൾ ഡീഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഈ ഡീഫ്ലേഷൻ സംഭവിച്ചു പോകുന്ന ഈ കാറ്റിനകത്തുള്ള മണൽത്തരി, ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ വലിയ പാറ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ പാറയിൽ ഈ മണൽത്തരി എന്ത് ചെയ്യും, തട്ടും. നിങ്ങൾ സാൻഡ് പേപ്പർ എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സാൻഡ് പേപ്പർ നിങ്ങളുടെ വീട്ടിലൊക്കെ പെയിൻറ്റിങ് പണിയൊക്കെ നടക്കുന്ന സമയത്തെ ഈ സർഫസ് ഒക്കെ ഉരച്ച് സ്മൂത്ത് ആക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് സാൻഡ് പേപ്പർ. അതിൻ്റെ പേരിൽ തന്നെ ഉണ്ടല്ലേ, സാൻഡ്, മണൽ. അപ്പോൾ കാറ്റിലുമുള്ള ഈ മണൽത്തരികൾ എന്ത് ചെയ്യും, ഈ പാറയുമായിട്ടൊക്കെ ഉരസി ഇങ്ങനെ പോകും. അങ്ങനെ ഉരഞ്ഞു പോകുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും, ഇവിടെ സംഭവിക്കുന്നതാണ് അബ്രഷൻ. എന്ത് സംഭവിക്കും, അബ്രഷൻ സംഭവിക്കും. അബ്രഷൻ എന്ന് വെച്ചാൽ ഉരഞ്ഞു പോകുന്നു എന്ന് ആലോചിച്ചാൽ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഞാൻ ഇതെന്തിനാണ് ഇതൊക്കെ പറയുന്നതെന്ന്. നമ്മൾ പഠിക്കുന്നത് എന്താണ്, ഡെസേർട്ട് ഭാഗത്ത് കാണപ്പെടുന്ന പലതരം ലാൻഡ് ഫോംസിനെ പറ്റിയാണ്. ഇനി ലാൻഡ് ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് കാണുന്ന ഭൂരൂപങ്ങൾ, ആ സ്ഥലത്ത് മാത്രം കാണുന്ന പ്രത്യേക തരം നമ്മുടെ പ്രകൃതിയിൽ വരുന്ന ഒരു പ്രത്യേക സ്ട്രക്ചറുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആ സ്ഥലത്തിൻ്റെ ലാൻഡ് ഫോം എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഡെസേർട്ടിൽ ലാൻഡ് ഫോം ഉണ്ടാകാനായിട്ടുള്ള കാരണത്തിനെ പറ്റിയാണ് നമ്മളിവിടെ പറയുന്നത്. അതായത് ഈ പറയുന്ന ഡെസേർട്ടിൽ ഡ്രൈ ആയിട്ടുള്ള സാൻഡാണ് കിടക്കുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ് വിൻഡ് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ വിൻഡിനോടൊപ്പം ഡസ്റ്റ് പാർട്ടിക്കിൾസ് പോകും. അങ്ങനെ ഡസ്റ്റ് പാർട്ടിക്കിൾസ് പറന്നു പോകുന്നതിന് നമ്മൾ ഡീഫ്ലേഷൻ എന്ന് വിളിക്കും. ഈ ഡീഫ്ലേഷൻ കാരണം പോകുന്ന മണൽ എന്ത് ചെയ്യും, പാറകളിലും മറ്റിലും ഉരയും. അത് നമ്മൾ എന്ത് വിളിക്കും, അബ്രഷൻ എന്ന് വിളിക്കും. എന്ത് വിളിക്കും, അബ്രഷൻ എന്ന് വിളിക്കും. അങ്ങനെ കാറ്റിങ്ങനെ എപ്പോഴും വീശിക്കൊണ്ടിരിക്കുമോ? ഇല്ല. കുറച്ച് കഴിയുമ്പോൾ കാറ്റിൻ്റെ സ്ട്രെങ്ത് എന്ത് ചെയ്യും, കുറയും. അങ്ങനെ കാറ്റിൻ്റെ സ്ട്രെങ്ത് കുറയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എടുത്തുകൊണ്ട് പോകുന്ന മണൽത്തരി ഉണ്ടല്ലോ, ഈ മണൽത്തരിയൊക്കെ എന്ത് ചെയ്യും, എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടും. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഡെപ്പോസിഷൻ. എന്ത് വിളിക്കും, ഡെപ്പോസിഷൻ എന്ന് വിളിക്കും. ഇങ്ങനെ ഈ ഒരു സ്ഥലത്ത് നിന്ന് മണ്ണെടുത്തുകൊണ്ട് പോകുന്നു, ഒരു സ്ഥലത്ത് കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. മണ്ണെടുത്തുകൊണ്ട് പോകുന്നതിന് നമ്മൾ ഡീഫ്ലേഷൻ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം, ഡീഫ്ലേഷൻ. ഇങ്ങനെയുള്ള ഈ ഡീഫ്ലേഷനും ഡെപ്പോസിഷനും പിന്നെ ഇടയ്ക്ക് നടക്കുന്ന ഈ അബ്രഷനും കാരണമാണ് ഡെസേർട്ടിൽ കുറച്ച് പ്രത്യേകതരം ലാൻഡ് ഫോമുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ എന്താണ് ഇപ്പോൾ ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, സ്ട്രോങ് വിൻഡ് എന്ത് ചെയ്യും, പാർട്ടിക്കിൾസിനെ അപ്ലിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ലിഫ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇതിനെയാണ് നമ്മൾ ഡീഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ സാൻഡ് പറന്നു പോകുന്നത് നമ്മൾ എന്ത് വിളിക്കും, ഡീഫ്ലേഷൻ. അതൊരു ഇറോഷൻ്റെ എക്സാമ്പിളാണ്. ഇനി എന്താണ് അബ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്ട്രോങ് വിൻഡ് ഡസ്റ്റ് പാർട്ടിക്കിൾസും കൊണ്ടുപോകുന്ന വിൻഡ് പാറകളുമായിട്ടൊക്കെ ഉരഞ്ഞിട്ട് എന്ത് ചെയ്യും, റബ്ബ് ചെയ്ത് ഇതിൻ്റെ വിയർ ആൻഡ് ടിയർ സംഭവിക്കും, ഉരച്ച് പാർട്ടിക്കിൾസിനെ എടുത്തുകൊണ്ട് പോകും. ഇതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അബ്രഷൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്, അബ്രഷൻ. അപ്പോൾ ഈ പറയുന്ന ഇറോഷൻ അല്ലെങ്കിൽ ഡെപ്പോസിഷൻ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇറോഷൻ പറയുന്നത് നിങ്ങൾ ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ പറയുന്ന രണ്ട് പ്രോസസ്സും കാരണമാണ് പലതരം ലാൻഡ് ഫോമുകൾ ഫോം ചെയ്യുന്നത്. ഇതിൽ ഇറോഷൻ കാരണം ഉണ്ടാകുന്ന ഒരു 4 ലാൻഡ് ഫോംസിനെ പറ്റി നമുക്ക് പഠിക്കണം. അല്ലെങ്കിൽ ഡീഫ്ലേഷൻ എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തൊക്കെയാണ് ഡീഫ്ലേഷൻ? ഹോളോസ്, കേവ്സ്, മഷ്റൂം റോക്സ്, പിന്നെ ലാസ്റ്റ് വരുന്ന സാൻഡ് ഡ്യൂൺസ്. ഞാനിവിടെ എഴുതിയതിൽ പറ്റിയ തെറ്റാണ്, സോറി. ഈ സാൻഡ് ഡ്യൂൺസ് എവിടെ വരും, ഡെപ്പോസിഷന് വരുന്ന സാധനമാണ്. എവിടെ വരുന്ന സാധനമാണ്, ഡെപ്പോസിഷന് വരുന്ന സാധനമാണ്. ഞാൻ ടേബിൾ എഴുതിയപ്പോഴത്തേക്ക് മാറിപ്പോയതാണ്. ഞാൻ എന്ത് ചെയ്യാം, PDF-നകത്ത് എഡിറ്റ് ചെയ്തിട്ടോളാം. ഓക്കെ, അപ്പോൾ ഡീഫ്ലേഷൻ ഹോളോസ്, കേവ്സ്, മഷ്റൂം റോക്സ് ഡീഫ്ലേഷൻ കാരണവും ഡെപ്പോസിഷൻ കാരണം ഉണ്ടാകുന്നതാണ് എന്ത്, സാൻഡ് ഡ്യൂൺസ്. അതിൻ്റെ പലതരം സാൻഡ് ഡ്യൂൺസിൻ്റെ പേരുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇവരെ പറ്റിയിട്ടാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അതിലാദ്യം വരുന്നതാണ് എന്ത്,
ഡീഫ്ലേഷൻ ഹോളോസ്. ഡീഫ്ലേഷൻ ഹോളോസ് എന്ന് വെച്ചാൽ ഈ കാണുന്ന സംഭവമാണെന്ത് ഡീഫ്ലേഷൻ. ഹോളോ എന്ന് വെച്ചാൽ ഹോളോ എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ഈ കാറ്റ് സ്ട്രോങ് ആയിട്ട് വന്ന് അടിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് എന്ത് പറ്റും? ഈ കിടക്കുന്ന മണ്ണുകളൊക്കെ പോയിട്ട് ഇവിടെ ഒരു കുഴി ഉണ്ടാവും, ഹോളോ, ഒരു കുഴി ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീഫ്ലേഷൻ ഹോളോ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? ഡീഫ്ലേഷൻ ഹോളോസ്. ഓക്കെ ആണല്ലോ. ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒരു ഹോൾ ക്രിയേറ്റ് ചെയ്യും, അത് ഡീഫ്ലേഷൻ ഹോളോ. ഇനി വരുന്ന മറ്റൊന്നാണ് കേവ്. അപ്പോൾ താഴോട്ട് കുഴിച്ചു പോയി കഴിഞ്ഞാൽ അത് ഡീഫ്ലേഷൻ ഹോളോ. അതൊരു പാറയിലാണ് കുഴിച്ചു പോകുന്നതെങ്കിൽ നമുക്കതിനെ എന്ത് വിളിക്കാം? കേവ്സ് എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കേവ്സ് എന്ന് വിളിക്കാം. അല്ലെ വേറെ രീതിയിൽ പറയാം, ഈ ഡീഫ്ലേഷൻ ഹോളോ കുറേ കാലത്തേക്ക് നടക്കുമ്പോൾ എന്ത് പറ്റും? ആ സ്ഥലത്ത് വലിയ ഒരു തുരങ്കം ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കേവ് അഥവാ ഗുഹ എന്ന് വിളിക്കും. നെക്സ്റ്റ് വരുന്നതാണ് ഇമ്പോർട്ടൻറ്റ്, നമുക്ക് അധികം പരിചയമില്ലാത്തൊരു സാധനമാണ് തൈ കാണുന്നത്. ഇതിനെ വിളിക്കുന്ന പേരാണ് മഷ്റൂം റോക്ക്. എന്താണ് മഷ്റൂം? മഷ്റൂം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നമ്മുടെ കൂണ്. ഈ മഷ്റൂമിൻ്റെ ഷേപ്പിലാണ് എന്ത് ചെയ്യുന്നത്? ഈ റോക്ക് ഇരിക്കുന്നത്. അതായത് പണ്ട് കാലത്ത് ചിലപ്പോൾ ഈ റോക്ക് ഇങ്ങനെ ആയിരിക്കും ഇരുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ കാറ്റ് വീശി പോകുമ്പോൾ കാറ്റിന് ഒരു പ്രത്യേക ഉയരത്തിന് മുകളിലോട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഡസ്റ്റ് പാർട്ടിക്കിൾസിനെ കൊണ്ടുപോകാനുള്ള ഒരു ആരോഗ്യമില്ല അല്ലേ. കാറ്റല്ലേ ഒരു മിനിമം ഡിസ്റ്റൻസേ കൊണ്ടുപോകുള്ളൂ. എന്നിട്ട് ആ ഡിസ്റ്റൻസിന് പറ്റുന്ന അത്രയും ഭാഗത്തെ മണ്ണിനെ എന്ത് ചെയ്യും? ഇത് ഒരച്ച് അബ്രേഷൻ കാരണം എന്ത് ചെയ്യും? എടുത്തുകൊണ്ട് പോകും. അപ്പോൾ അത്രയും സ്ഥലത്തെ മണ്ണ് പോയിട്ട് ബാക്കി ഭാഗം ഇങ്ങനെ കുട പോലെ ഇരിക്കുകയും അകത്തുള്ള ഭാഗം അത്രയും പോവുകയും ചെയ്യുമ്പോഴത്തേക്ക് ഏതാണ്ട് ഇതൊരു മഷ്റൂമിൻ്റെ ഷേപ്പിൽ കാണും. അങ്ങനെ ഇതാ ഇവിടെ കാണുന്ന പോലെ. അങ്ങനെ ഈ മഷ്റൂമിൻ്റെ ഷേപ്പിൽ കാണുന്ന റോക്കിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മഷ്റൂം റോക്ക് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മഷ്റൂം റോക്ക്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡീഫ്ലേഷൻ ഹോളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ണിനെ എടുത്തുകൊണ്ട് പോകുന്നു. ഇത് കുറേ കാലം നടന്നു കഴിയുമ്പോൾ അത് കേവായിട്ട് മാറുന്നു. മഷ്റൂം റോക്ക് എന്ന് വെച്ചാൽ എന്താണ്? കാറ്റിന് ഒരു പരിധി വരെ, ഒരു നിശ്ചിത ഹൈറ്റ് വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മണൽ തരികളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഹൈറ്റ് വരെയുള്ള ഭാഗത്തെ ആ പാറകളെ എന്ത് ചെയ്യും? ഇത് ഉരച്ചുകൊണ്ട് പോകുമ്പോൾ ബാക്കി അവശേഷിക്കുന്ന ഭാഗം ഏതാണ്ട് ഒരു മഷ്റൂമിൻ്റെ ഷേപ്പിൽ ഇരിക്കുന്നത് കാരണം നമ്മളതിനെ എന്ത് വിളിക്കുന്നു? മഷ്റൂം റോക്ക് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? മഷ്റൂം റോക്ക് എന്ന് വിളിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഡീഫ്ലേഷൻ ഹോളോ എന്ന് വെച്ച് കഴിഞ്ഞാൽ? വെൻ ദ വിൻഡ് ബ്ലോസ് സ്ട്രോങ്ലി ആൻഡ് പെർസിസ്റ്റൻ്റ്ലി, കണ്ടിന്യൂസ് ആയിട്ട് വീശുന്നു ഒരേ ദിശയിൽ. ഷാലോ ഡിപ്രഷൻസ് ആർ ഫോംഡ്, അത്ര ആഴമില്ലാത്ത ഡിപ്രഷൻസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീഫ്ലേഷൻ ഹോളോ എന്ന് വിളിക്കുന്നത്. എന്നാൽ ഈ പറയുന്ന സാധനം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കുറേ കാലം നടക്കുമ്പോൾ ലോങ് പീരീഡ് ഓഫ് ടൈം, ഒരു ഓവർ ലോങ് പീരീഡ് ഓഫ് ടൈം എന്ത് പറ്റും? അത് ഗുഹകളായിട്ട് മാറും. മഷ്റൂം റോക്ക് എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ വിൻഡിന് ഒരു പ്രത്യേക ഉയരം വരെ എന്ത് ചെയ്യത്തുള്ളൂ? പാർട്ടിക്കിൾസിനെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അവിടുത്തെ റേറ്റ് ഓഫ് അബ്രേഷൻ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ബാക്കി ഭാഗം ഒരിഞ്ഞു പോവുകയും പിന്നെ ഉള്ള ഭാഗം നിൽക്കുകയും ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മഷ്റൂം റോക്ക്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡെപ്പോസിഷൻ നോക്കാമല്ലോ. ഞാൻ പറഞ്ഞു ഡെപ്പോസിഷൻ എന്താണ്? ഈ പറയുന്ന പാർട്ടിക്കിൾസുമായിട്ട് പോകുന്ന വിൻഡ് കുറേ ദൂരം കഴിയുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കുറയുമ്പോൾ കൊണ്ടുപോകുന്ന പാർട്ടിക്കിൾസിനെയൊക്കെ എന്ത് ചെയ്യും? താഴേക്ക് ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ ഈ പാർട്ടിക്കിൾസ് ഇവിടെ വന്ന് കൂടുന്നു. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് എന്ത്? ഡെപ്പോസിഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ ഡെപ്പോസിഷൻ ഇത് മുകളിൽ മാത്രമല്ല നടക്കുന്നത്, താഴെ വരുന്ന കാറ്റും എന്ത് ചെയ്യും? മണ്ണിനെ കൊണ്ടുവന്നൊരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിടും. അങ്ങനെ ചെറിയ മണൽക്കുന്നുകളുണ്ടാവും. ആ മണൽക്കുന്നുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സാൻഡ് ഡ്യൂൺസ് എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? സാൻഡ് ഡ്യൂൺസ്. ദ ഡെപ്പോസിറ്റഡ് സാൻഡ് ഗ്രെയിൻസ് ഗ്രാജുവലി പൈൽ അപ്പ്, കൂടുന്നു. അങ്ങനെ ഈ പറയുന്ന ഡെപ്പോസിറ്റ് ചെയ്ത സാൻഡ് പൈലപ്പ് ചെയ്ത് ചെറിയ കുന്നുകളായിട്ട് മാറുന്നു. അതിനെ വിളിക്കുന്ന പേരാണെന്ത്? മണൽ കുന്നുകൾ അഥവാ സാൻഡ് ഡ്യൂൺസ്. പല ഷേപ്പിൽ ഇത് അവൈലബിൾ ആണ്. ഇത് ഇവിടെ കാണുന്നതാണ് ജനറലി കാണുന്ന ഒരു മണൽക്കുന്ന്. ഇത് പല ടൈപ്പുണ്ട്. ആ ടൈപ്പിൽ ആദ്യം വരുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ ഥാർ ഡെസേർട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്ന ഒന്ന് ബർച്ചൻസ്. ബർച്ചൻസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, ഒരു ചെറിയ ചന്ദ്രക്കലയുടെ ഒരു ഷേപ്പില്ലേ? ഈ ചന്ദ്രക്കലയുടെ ഷേപ്പിൽ കാണപ്പെടുന്ന, ക്രസൻറ്റ് ഷേപ്പിൽ കാണപ്പെടുന്ന സാൻഡ് ഡ്യൂണുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബർച്ചൻസ് എന്ന് വിളിക്കുന്നത്. ഈ ബർച്ചൻസിൻ്റെ തന്നെ ഒരു മിറർ ഇമേജ് പോലെ കാണപ്പെടുന്നതാണ് എന്ത്? പാരബോളിക് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. കണ്ടോ, കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. കണ്ടോ, ഇവിടെ ലെങ്ത് കുറവാണ്. ഇവിടെ എന്താണ്? ഈ പറയുന്ന വിൻഡ്വാർഡ് സൈഡിൽ ലെങ്ത് കൂടുതലായിട്ട് ഒരു പാരബോളിക് ഷേപ്പിൽ കാണപ്പെടുന്ന, ഇങ്ങനെ ഒരു ക്രസൻറ്റിനേക്കാളും കുറച്ചുകൂടി മാറിയ ഒരു പാരബോളിക് ഷേപ്പിൽ കാണപ്പെടുന്നതാണ് എന്ത്? പാരബോളിക് ഡ്യൂൺസ്. ഇനി സേഫ് ഡ്യൂൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്രസൻറ്റ് ഷേപ്പ് പോലെ തന്നെ, പക്ഷേ എന്താണ്? കുറച്ചുകൂടി നീളമുണ്ട്. ചെറിയൊരു ചന്ദ്രക്കലയല്ല, ഇങ്ങനെ വലിയ ഒരു ചന്ദ്രക്കല പോലെ ഇങ്ങനെ സിക്സാക് ഷേപ്പിൽ പോകുന്ന സാധനമാണ് എന്ത്? സേഫ് ഡ്യൂൺസ്. നമ്മളതിൻ്റെ ഡെഫിനിഷൻ പഠിക്കേണ്ട കേട്ടോ, അതുകൊണ്ടാണ് എൻ്റെ ഷേപ്പ് മാത്രം ഞാൻ പറഞ്ഞു പോകുന്നത്. ഇനി വരുന്ന രണ്ടെണ്ണം ഒരുമിച്ച് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. ലോഞ്ചിറ്റ്യൂഡിനലും അല്ലെങ്കിൽ ലീനിയർ സാൻഡ് ഡ്യൂൺ എന്ന് പറഞ്ഞാലും ഏതാണ്ട് ഒരേ മീനിങ് ആണ്. എന്ന് വെച്ചാൽ ഇവിടെ മണൽക്കുന്നുകൾ ഇങ്ങനെ തിട്ടയായിട്ട് കാണാം. തിട്ട എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, നമ്മൾ ഈ റബ്ബർ മരത്തിനൊക്കെ നടാൻ വേണ്ടിയിട്ടേ ചരിഞ്ഞ പ്രദേശത്തിൽ ഇങ്ങനെ ടെറസുകൾ പോലെ ആക്കൂല. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ കാണപ്പെടുന്നതാണ് എന്ത്? ലോഞ്ചിറ്റ്യൂഡിനൽ ഡ്യൂൺസ് എന്ന് പറയുന്നത്. ചില സിനിമയിലൊക്കെ ഈ ഭാഗം കാണിച്ചിട്ടുണ്ട്. സിനിമയുടെ പേര് എനിക്കിപ്പോൾ ഓർമ്മ കിട്ടുന്നില്ല. പിന്നെ വരുന്നതാണ് ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ കാറ്റ് വീശുന്നത് ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ 90 ഡിഗ്രി ഇതിന് പെർപെൻഡിക്കുലറായിട്ട് കാണപ്പെടുന്ന ഡ്യൂൺസുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്?
ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സിക്സാഗ് മാനറിലായിരിക്കും ഇവ എന്ത് ചെയ്യുന്നത് കാണപ്പെടുന്നത്. കാറ്റ് വീശുന്നതിന് പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ 90 ഡിഗ്രി ആംഗിളിൽ, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയാണ്, അങ്ങനെ 90 ഡിഗ്രി ആംഗിളിൽ കാണപ്പെടുന്നതാണ് എന്ത് ട്രാൻസ്വേഴ്സ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് പ്രധാനപ്പെട്ട സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? എങ്കിൽ നമുക്ക് ലാസ്റ്റ് വരുന്ന ഭാഗത്തിലോട്ട് നോക്കാം. അതാണ് ഒയാസിസ്. ഇതാണ് ഒയാസിസ്. ഒയാസിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെസേർട്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിൽ വരണ്ട പ്രദേശമാണ് ഓർമ്മ വരുന്നതെങ്കിലും ചില സ്ഥലങ്ങളിൽ എന്തുണ്ട്, വെള്ളം കിട്ടാറുണ്ട്. അപ്പോൾ ആ വെള്ളം കിട്ടുന്ന ഭാഗം ഫെർട്ടൈലായിരിക്കുമല്ലോ, അതിന് ചുറ്റും മരങ്ങളുണ്ടായിരിക്കുമല്ലോ. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒയാസിസ് എന്ന് വിളിക്കുന്നത്. കണ്ടോ, ഒയാസിസ് കണ്ടോ, ഇവിടെ വെള്ളമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒയാസിസ് നമ്മൾ മിറേജ് എന്ന് പറയുന്നൊരു സാധനം ഫിസിക്സിൽ പഠിക്കും. അത് വേറെ. മിറേജ് എന്ന് വെച്ചാൽ നമുക്ക് തോന്നുന്ന ഇല്യൂഷനാണ്, പക്ഷേ ഇതങ്ങനെയല്ല, ഇല്യൂഷൻ ഒന്നുമല്ല. ഇതെന്താണ്, യഥാർത്ഥത്തിലുള്ളൊരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, ഒയാസിസ് എന്ന് പറയുന്നത്. അതായത് ഈ പറയുന്ന ഒയാസിസ് എന്ന് വെച്ചാൽ ദ ഫെർട്ടൈൽ പാച്ചസ് ഇൻ ദ ഡെസേർട്ട് ഫോംഡ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ഫ്രഷ് വാട്ടർ സോഴ്സ്. നാച്ചുറലായിട്ട് ആണ് കൂടുതലും എന്ത് ചെയ്യുന്നത്, ഫോം ചെയ്യുന്നത്. ഇത് പല സൈസിലുണ്ട്. പരുത്തി, കോട്ടൺ, സിട്രസ് ആയിട്ടുള്ള പ്ലാന്റുകൾ, ഫ്രൂട്ട്സ്, വീറ്റ്, ഇതൊക്കെ ചെറുതായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇതിൻ്റെ അടുത്തായിട്ട് കൾട്ടിവേറ്റ് ചെയ്യാറുണ്ട്. ഇതാണ് എന്ത് ഒയാസിസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഫെർട്ടൈൽ പാച്ചസ് ഓഫ് ലാൻഡ്. അപ്പോൾ ഇത്രയും ലാൻഡ് ഫോമുകളെ പറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കുവാനായിട്ട് ഉള്ളത്. ടെക്സ്റ്റ് ബുക്ക് ഈ പറയുന്ന പോയിന്റുകൾ തന്നെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കൂടി ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പോൾ ചെറിയൊരു പാർട്ടാണ്. നമ്മൾ പ്രധാനമായിട്ട് ഒരു പ്രത്യേക ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമായിട്ട് ഒരു പാർട്ടായിട്ട് ഇട്ടത്. അടുത്ത് നമുക്ക് കൊടുത്ത ക്ലൈമറ്റ് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പോൾ നോട്ട് വേണ്ടവർ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.